ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോണേന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെഷർമെന്റ് എങ്ങനെ എടുക്കണ്ടേ എന്നുള്ള വീഡിയോ ആട്ടോ ഇന്ന് എടുക്കണത്. ഗൈസ്, എനിക്കിപ്പോഴും എന്നെ നാക്ക് തിരിയണുള്ള എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഞാൻ പല്ലിലെ കുറെ സാധനങ്ങളൊക്കെ അഴിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എനിക്കിപ്പോഴും നാക്ക് ഇങ്ങനെ വന്നുണ്ട്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഓക്കെ. അപ്പം ഇന്ന് ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് മെഷർമെന്റ് എടുക്കുന്ന ഇനി തൊട്ട് ട്യൂട്ടോറിയൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തുടങ്ങാൻ വേണ്ടി പോണേണ്. എനിക്ക് കുറേ പിള്ളേർ മെസ്സേജ് അയക്കാറുണ്ട്, എന്താ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകണമെന്നുണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് അതിന് മാത്രമായിട്ട് കുറേ പൈസ ചിലവാക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പം എനിക്ക് പഠിപ്പിച്ച് തരുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാനുള്ള ഒരു ഇതെനിക്കില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇനി തൊട്ട് വീഡിയോസ് ആയിട്ട് ഇടാം. അപ്പം അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ മെഷർമെന്റ് എങ്ങനെ എടുക്കേണ്ടത് എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോണത്. അപ്പം ഇതിനു വേണ്ടി നിങ്ങളൊരു ബുക്കും പേന ആൻഡ് ഈ സാധനം ടേപ്പും കൂട്ടിയിട്ട് നിങ്ങൾ എടുത്ത് വെച്ചോ. നമുക്കിപ്പോൾ ഇത്ര സാധനമാണ് മെഷർമെന്റ് എടുക്കാൻ വേണ്ടത്. ഞാനിപ്പോൾ വേണ്ട മെഷർമെന്റ് ഏതൊക്കെയാണെന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോണത് ബോഡി കോൺട്രാസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ മെഷർമെന്റ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. മെഷർമെന്റ് ഇത് പാർട്ട് 1 മെഷർമെന്റ് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളതും പാർട്ട് 2 പാറ്റേൺ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കട്ട് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം, ഓക്കെ. അപ്പോൾ മെഷർമെന്റ് നിങ്ങൾ കണ്ടുകൊള്ളൂ. എൻ്റെ കൈശ്വരം കണ്ടാരും നെട്ടരുത്. ഞാനിങ്ങനെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട മെഷർമെന്റ് ഇതിൽ നമുക്ക് വേണ്ട മെഷർമെന്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബസ്റ്റ്, വെയിസ്റ്റ്, ഷോൾഡർ, ടോപ്പ് ലെങ്ത്, ഫുൾ ലെങ്ത്, ഷോൾഡർ ടു നീ ലെങ്ത്, നീ റൗണ്ട് വേണം, ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത് വേണം, ഹിപ്പ് റൗണ്ട് വേണം, നെക്ക് ലെങ്ത് വേണം, ഷോൾഡർ ടു നിപ്പിൾ ലെങ്ത് വേണം, നിപ്പിൾ ടു നിപ്പിൾ വേണം, ഷോൾഡർ ടു അണ്ടർ ബസ്റ്റ് വേണം, സ്ലീവ് ലെങ്ത് സ്ലീവ് ഉണ്ടെങ്കിൽ വേണം, പിന്നെ സ്ലീവ് റൗണ്ട് വേണം, ഓക്കെ. നമുക്ക് ഇത്രയാണ് വേണ്ടത്. അപ്പോൾ സ്ലീവിന് നമുക്കിപ്പോൾ വിട്ടേക്കാം. നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം, ഓക്കെ. ഞാൻ ഇതിനകത്തെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ വീഡിയോ കോൾ ചെയ്തതിൻ്റെ കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും മിക്കവരും ഹിപ്പ് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു പൊക്കിളിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ മെഷർമെൻറ്റ് എടുക്കാറുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി പലരും പല രീതിയിൽ മെഷർമെൻറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട് എന്ന്. അപ്പം നിങ്ങൾക്ക് എല്ലാം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബസ്റ്റ് ലെങ്ത് നമുക്ക് ബസ്റ്റ് റൗണ്ട് എടുക്കാം. ബസ്റ്റ് റൗണ്ട് ഇതാണ് എൻ്റെ പുതിയ ആൾ. എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് കളറിലെ ഒരു മാനിക്യൂൻ ഉണ്ടായിരുന്നതാ. പക്ഷേ അതെൻ്റെ അളവല്ല, എൻ്റെ ഒരു ഡ്രസ്സും കയറത്തില്ല. ഒന്നാമത്തെ എനിക്ക് തന്നെ കസ്റ്റമർ ആണെങ്കിലും എൻ്റെ അളവിലുള്ള ആൾക്കാരാണ്, മൊത്തം കുഞ്ഞു ആൾക്കാരാണ് വരുന്നത്. അതുകൊണ്ട് അവരൊന്നും ഡ്രസ്സ് അതിൽ ഇട്ടുപോലെ എനിക്ക് ആരെയും കാണിച്ചു വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ അളവിലൊരെണ്ണം ചെയ്തെടുത്തു. അപ്പം ഇതെനിക്ക് ചെയ്ത് തന്ന ആളുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് അവർ ഇതും കൂടി തന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ ആളെ കൂടി തന്നു, ഓക്കെ. ഗൈസ്, അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ബസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് അതെടുക്കണത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. എനിക്ക് അടുത്തോട്ട് വെച്ച് കാണിച്ചു. ആദ്യം ഫസ്റ്റ് റൗണ്ട് ആണ് എടുക്കണത്. നമ്മുടെ ഈ ഒരു ഭാഗത്തെയാണ് നമുക്ക് അത് ഈ ഒരു ഡമ്മി കുത്തണ്ട് വരുന്നത് 30 കണ്ടില്ലേ? ഈ ഒരു ഭാഗത്തെയാണ് ഇതെടുക്കേണ്ടത്, ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് വേണ്ടത്. നമ്മുടെ ഇവിടെ ഇട്ട് ഷേപ്പ് ഉണ്ടാകത്തില്ല, എനിക്കതൊന്നും ഇല്ല. നമ്മുടെ ഇവിടെ ഏറ്റവും വണ്ണം കുറഞ്ഞ സ്ഥലത്തെയാണ് വേസ്റ്റ് റൗണ്ട് എടുക്കേണ്ടത് കേട്ടോ. അത് ഈ ഒരു ബോഡിക്ക് വരുന്നത് 21.5 വരുന്നത്. നമുക്കത് എടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചുളുക്ക് വരും, അല്ലെങ്കിൽ കുറേ താഴ്ത്തേക്ക്. ഇപ്പം ഈ ഒരു ബോഡിക്ക് ഇവിടെ നിന്നല്ലാണ്ട് ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ ചുളുക്ക് വരും. അതുകൊണ്ട് കറക്റ്റ് ഈ ഒരു ഷേപ്പിന്റെ ഭാഗത്ത് വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ. അത് കഴിഞ്ഞിട്ട് വേണ്ടത് അടുത്തത് ഷോൾഡർ ആണ് വേണ്ടത്. തിരിച്ചിങ്ങനെ നിർത്തിയിട്ട് ബാക്ക് സൈഡിലാണ് നമ്മൾ ഷോൾഡർ എടുക്കേണ്ട. ഈ ഒരു സ്ഥലം തൊട്ടിട്ട് ഇപ്പുറത്തെ സ്ഥലം വരെ. നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ നിന്ന് എടുക്കരുത്, നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു എല്ലുണ്ട്, നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു എല്ലുണ്ട്. ആരായിരുന്നു പറഞ്ഞു തന്നേന്ന് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു എല്ല് നോക്കി എടുത്താൽ മതിയാണ്.
പഠിപ്പിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഷോൾഡർ എടുക്കേണ്ടത്. ഇയാളുള്ളത് 13 നമ്മൾ ഇഞ്ച്. 13 കറക്റ്റ് എൻ്റെ അളവാണല്ലോ ഗൈസ് കേട്ടോ. ഓ, ഇവിടുത്തെ എൻ്റെ അളവല്ല കേട്ടോ, ഇവിടെ ഇതിന് 23 ഉള്ളൂ. ഇച്ചിരി കുമ്പയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലാണ്. ഓക്കെ ഗൈസ്, അടുത്തത് വന്നത് ടോപ്പ് ലെങ്ത് ആണ് കേട്ടോ. ടോപ്പ് ലെങ്ത് എടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിക്കാം. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം എടുക്കാൻ. ഈ ഒരു ഡെമ്മിക്ക് 16 അരയാ വന്ന. ഓക്കെ, നമ്മുടെ ഈ ഒരു വേസ്റ്റ് വരെയുള്ളതാണ് എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ വേസ്റ്റ് റൗണ്ട് എടുത്തില്ലേ, ആ ഒരു ഭാഗത്ത് വരെയാണ് ടോപ്പ് ലെങ്ത് എടുക്കേണ്ടത്, 16 അര. പിന്നെ അത് കഴിഞ്ഞുണ്ട് ഫുൾ ലെങ്ത്. നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ടോപ്പ് ലെങ്ത് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കരുത്, ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കരുത്. കറക്റ്റ് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അടുത്തതായിട്ട് വന്നത് ഫുൾ ലെങ്ത് ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പിടിച്ചില്ലേ, ഇതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലും കൂടി പിടിക്കണം കേട്ടോ, എനിക്ക് പിടിക്കാൻ പാടില്ല. ഇങ്ങനെ പിടിച്ചിട്ട് താഴെ എന്തോരം വേണോ അവിടം വരെയുള്ള ലെങ്ത് ആണ് എടുക്കേണ്ടത്. നമ്മളത് ബോഡി കോൺട്രസ്റ്റ് ആയതുകൊണ്ട് എക്സ്ട്രാ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കൂടുതൽ ഇട്ടാൽ മതി അത് കഴിഞ്ഞിട്ട്. ഓക്കെ ഗൈസ്, അടുത്തത് വന്നത് ഷോൾഡർ ടു നീ ലെങ്ത് ആണ്, നമ്മുടെ മുട്ട് വരെയുള്ളത്. നമ്മൾ ബോഡി കോൺട്രസ്റ്റ് ചെയ്യുമ്പോഴത്തേനും പല രീതിയിൽ ചെയ്യണ ആൾക്കാരുണ്ട്. കറക്റ്റ് മുട്ടിന്റെ അവിടം വരെ ഒട്ടി നിന്നിട്ട് അവിടെ നിന്ന് വിടർന്നു തന്നെ പോലെ ചെയ്യാറുണ്ട്. ചിലവർ ഈ ഒരു തൊടയുടെ ഈ ഒരു ഭാഗം വരെ ഒട്ടി നിന്നിട്ട് ഇങ്ങനെ ചെയ്യണവരുണ്ട്. ഞാൻ കൂടുതലും ചെയ്യണത് ഈ ഒരു തൊടേന്റെ ഇവിടം വരെ ഒട്ടി നിന്നിട്ട് ബാക്കി ഇങ്ങനെ വിടർന്നിങ്ങനെ വന്ന പോലെ ഞാൻ ചെയ്യണത്. അത് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം, എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു ഭാഗം വരെ ഒട്ടി നിന്നിട്ട് ഇങ്ങനെ വിടർന്നു വന്നതുപോലെയും ചെയ്യാറുണ്ട്. ഈ മുട്ടിന്റെ ഇടം വരെ ഒട്ടി നിന്നിട്ട് ഇവിടെ നിന്ന് വിടർന്നു വന്ന പോലെയും ചെയ്യാറുണ്ട്. കൂടുതൽ ഭംഗി എനിക്ക് ഇതിലാണ് തോന്നിയിട്ടുള്ളത്, ഈ തൊടയുടെ ഈ ഒരു ഭാഗം വരെ വന്ന രീതിക്ക്. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം വരെയുള്ളതാണ് എടുക്കേണ്ടത്. ഷോൾഡർ ടു നീ ലെങ്ത് ഇവിടെ പിടിച്ച് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ആരെങ്കിലും ഉണ്ട് എടുക്കണ ആളെ കൊണ്ട് ഇവിടെ പിടിപ്പിക്കണം. ഓക്കെ, ഇതിങ്ങനെ വെക്കാം. പിടിച്ചിട്ട് എന്തോരാണോ വേണ്ടത് ആ ഒരു തൊടയുടെ ഇവിടം വരെ 29 ഇതിന് വന്നത്. എനിക്ക് 22 അപ്പൊ അതാണ് ഷോൾഡർ ടു നീ ലെങ്ത് വന്നത്. ഷോൾഡർ തൊട്ട് എന്തോരം വേണം. അപ്പൊ മുട്ടുവരെ വേണം നിങ്ങൾക്ക് ഒട്ടി നിൽക്കണമെങ്കിൽ അവിടം വരെ ഉള്ളത്, ഈ തൊടയുടെ ഇവിടം വരെ വേണമെങ്കിൽ അവിടം വരെയുള്ള ലെങ്ത്. അടുത്തത് വന്നത് നീ റൗണ്ട് ആണ്. നമ്മളിപ്പോ നീ ലെങ്ത് എടുത്തില്ലേ, അവിടുത്തെ റൗണ്ടിലും ഇങ്ങനെ എടുക്കണം. ഇയാൾക്ക് മുട്ടില്ല ഗൈസ്. ഇങ്ങനെ ആ ഒരു അടുത്തത് നീ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതും കൂടി നമ്മൾ എഴുതി വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് നമ്മുടെ ഷോൾഡർ ടു ഹിപ്പ് ലെങ്തിനെ കുറിച്ചും പറയാനുണ്ട്. മിക്കൊരു ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എടുക്കാറുണ്ട്. എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഈ പൊക്കളുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അവിടുത്തെ എടുക്കരുത്, നമ്മുടെ ഈ വണ്ണുള്ള ഈ ഭാഗത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു ഭാഗം നോക്കിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് അതെന്തോരാണോ അവിടം വരെയുള്ള ലെങ്ത് ആണ് നമ്മൾ ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഹിപ്പ് റൗണ്ട് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഹിപ്പ് ലെങ്ത് എടുത്തില്ലേ, അവിടം വരെയുള്ള ഹിപ്പ് ലെങ്ത് എടുത്ത ആ ഒരു ഭാഗത്ത് റൗണ്ടിൽ എടുക്കണം. ഹിപ്പ് റൗണ്ട് ഇയാൾക്ക് 30. ഓക്കെ, ചെറിയ കുട്ടി. ഹിപ്പ് റൗണ്ടും കഴിഞ്ഞിട്ട് അപ്പൊ ഹിപ്പ് റൗണ്ടും കഴിഞ്ഞിട്ട് വാർക്ക് ചെയ്താണ് നമ്മുടെ ഞാൻ ഇത് ഇന്നലെ രാത്രി ഞാൻ എടുത്തതാ. പക്ഷെ എടുത്തു വന്നപ്പോഴത്തേനും പലതും മറന്നുപോയി. അതുകൊണ്ടിട്ടാ പിന്നെ ഞാൻ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി നെക്ക് ലെങ്ത് എടുക്കാം. നെക്ക് ലെങ്ത് എടുക്കുമ്പോൾ ഷോൾഡറിന്റെ ഇവിടെ പിടിച്ചിട്ട് എന്തോരം ഇറക്കം വേണോ അവിടം വരെ. ഇപ്പൊ വീനെക്കൊക്കെ എടുക്കത്തില്ലേ, എനിക്ക് തോന്നുന്നു മിക്കൊരു വീനെക്കൊക്കെ എടുക്കുമ്പോ അവര് ഇങ്ങനെ എടുക്കാറുള്ളത് അല്ലേ. ഞാൻ പക്ഷെ അങ്ങനെയല്ല എടുക്കണം. ഞാനിങ്ങനെ നേരെ തന്നെ വെച്ചിട്ട് എന്തോരം ഇറങ്ങണവോ അവിടം വരെ ഇങ്ങനെ നോക്കും. ഇപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കും. ഇപ്പൊ 6 ഇത് വന്നെങ്കിൽ കട്ട് ചെയ്യുമ്പോഴത്തേനും അത് ചരിച്ച് കട്ട് ചെയ്യാൻ മാത്രമല്ല ഞാൻ അങ്ങനെ ചെയ്യണത്. നിങ്ങൾ അത് വേറെ രീതി ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ പല രീതി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നെക്ക് ലെങ്ത് അങ്ങനെയായിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഷോൾഡർ ടു നിപ്പിളാണ്. നമ്മുടെ ഇവിടെ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിപ്പിൾ വരെയുള്ള ലെങ്ത്
9 ഇഞ്ച്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണ്ടത് നിപ്പിൾ ടു നിപ്പിളാണ്. നമ്മുടെ ഈ ഇവിടം തൊട്ട് ഇപ്പുറത്തെ നിപ്പിൾ വരെയുള്ള ലെങ്ത്തും എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഷോൾഡർ ടു അണ്ടർ ബസ്റ്റ് ആണ്. ഇവിടെ പിടിച്ചിട്ട് നമ്മുടെ ബസ്റ്റ് തീരും വരെയുള്ള ലെങ്ത്. അപ്പൊ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ലാസ്റ്റ് എടുത്തത് എന്തിനുള്ളതാന്ന് വെച്ചാൽ പ്രിൻസസ് കട്ടോ അല്ലെങ്കിൽ കോർസെറ്റ് വല്ലതും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു അളവൊക്കെ ആവശ്യമുള്ള. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇത്രയും അളവ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ മെഷർമെന്റിന്റെ കാര്യത്തിൽ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്തത് പാറ്റേൺ മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഒരു ബോഡിക്കോൺ ഡ്രസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പാർട്ട് 2 ആയിട്ട് വരാം. ബൈ.